മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊമ്പുകോർത്ത നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി നടൻ വിനായകൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു. അൻവറിന്റേത് മതരാഷ്ട്രീയ ഊടായ്പ വിപ്ലവമാണെന്നാണ് വിനായകൻ അതിലൂടെ പറയുന്നത്. പൊതുജനം അത്രക്ക് ബോധമില്ലാത്തവരല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പതിവുപോലെ തന്റെ സ്ഥിരം ശൈലിയിൽ ഇദ്ദേഹത്തെ നമ്പരുത് എന്നാണ് വിനായകന്റെ വിമർശനം. LDF-ഉമായുള്ള അൻവറിന്റെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാനം ഒട്ടാകെ CPM ജില്ലാ ഏരിയ കമ്മിറ്റികൾ അൻവറിനെതിരെ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. നിലമ്പൂരിൽ ഏരിയ കമ്മിറ്റി അൻവറിന്റെ കോലം കത്തിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. അതിനിടെയാണ് നടൻ വിനായകന്റെ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ് വരുന്നത്. യുവതിയുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. ശ്രീമാൻ P.V. അൻവർ പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടിനിർത്തിക്കൊണ്ട് താങ്കളുടെ മതരാഷ്ട്രീയ ഊടായ്പ വിപ്ലവം വിജയിപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. പൊതുജനം അത്രയ്ക്ക് ബോധമില്ലാത്തവരൊന്നുമല്ല. കുയിലിയെയും കർത്താർ സിംഗ് സാരഭയെയും മാതങ്കിനി ഹാജരയെയും ഖുദിറാം ബോസിനെയും അബൂബക്കറേയും മഠത്തിൽ അപ്പുവിനെയും കുഞ്ഞമ്പു നായരെയും ചിരുകണ്ഠനെയും നിങ്ങളുടെ അനുയായികൾ മറന്നു കഴിഞ്ഞു. പിന്നെയല്ലേ നിങ്ങളുടെ പുത്തൻ വീട്. മിസ്റ്റർ P.V. അൻവർ താങ്കളുടെ മതരാഷ്ട്രീയ ഊടായ്പ വിപ്ലവം നിർത്തിപ്പോകൂ. യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നു പോകൂ. ജയ് ഹിന്ദ്. ഇത് പറഞ്ഞാണ് വിനായകൻ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വിനായകൻ മിക്കവാറും പേരെ വിമർശിക്കുന്നത് ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ നേരത്തെ സമാനമായ ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടിരുന്നു. കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ ജയിക്കുക അത്ര എളുപ്പമല്ലെന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് വിനായകന്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. യുവതി യുവാക്കളോട് ഇദ്ദേഹത്തെ നമ്പരുത്. അഡ്വക്കേറ്റ് ജയശങ്കര സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. ലോക രാഷ്ട്രീയ ജ്ഞാനം ഉണ്ടെന്ന് സ്വയം നടിക്കുന്ന, എന്നാൽ പ്രാദേശിക രാഷ്ട്രീയ ജ്ഞാനം പോലുമില്ലാത്ത വക്കീൽ ശങ്കര കുഞ്ചൻ നമ്പ്യാരെ ഓർത്തെങ്കിലും താങ്കളുടെ രാഷ്ട്രീയ വാതള്ളൽ ഇനിയെങ്കിലും നിർത്തൂ എന്നാണ് വിനായകൻ അന്ന് ജയശങ്കറിനെതിരെ പറഞ്ഞത്. വിനായകന്റെ പരിഹാസത്തിന് ഇരയായ മറ്റൊരാൾ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെന്നും യുവതി യുവാക്കൾ ഇയാളെ നമ്പരുതെന്നും ഇതേ രീതിയിൽ തന്നെ വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇന്ത്യയെ മോശമാക്കി കാണിച്ച് പണം സമ്പാദിക്കുകയും ആ പണം കൊണ്ട് കുടുംബം പോറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെന്നും വിനായകൻ അന്ന് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു.